ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. 119 സങ്കീർത്തനം ചിന്തിക്കുന്ന സമയങ്ങളാണ്. 119 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. 119 സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യവും ഭാഗ്യവാന്മാർ ആയിത്തീരുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. 1-ാമത്തെ വാക്യത്തിൽ അതിലും ഭാഗ്യവാന്മാരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതിലെ ഭാഗ്യം ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവരാണ് ഭാഗ്യവാന്മാർ. അവരും ഭാഗ്യവാന്മാരാണ്. ഭാഗ്യവാന്മാർ ആ പദവിയിലെത്താൻ പല വഴികളും ഉണ്ട്, അല്ലെങ്കിൽ ഭാഗ്യത്തിന് വിവിധമായ വശങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണ്. അതിനാലുള്ള ഭാഗ്യം 1-ാമത്തെ സങ്കീർത്തനത്തിലുണ്ട്. എളിയ മനുഷ്യൻ ഭാഗ്യവാനാണ്. അതിൻ്റെ പ്രയോജനം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, കാരണം സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഭാഗ്യം കൊണ്ട് ലഭിക്കുന്നതൊന്നും ആ ഭാഗ്യത്തിൽ എത്തിച്ചേരാൻ ഉള്ള വഴി അത് മറ്റൊന്നും. ഇങ്ങനെയാണ് സത്യവേദപുസ്തകത്തിൽ ഭാഗ്യം നഷ്ടപ്പെട്ട് നമ്മൾ 1 യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, കാൺമീൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. എത്രയോ വലിയ പദവിയിൽ സകല പ്രപഞ്ചത്തിൻ്റെയും സകല ലോകത്തിൻ്റെയും ഉടയവനായ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള പദവിയിൽ എത്തിച്ചേരാൻ ഭാഗ്യം ലഭിച്ചവരാണ് മനുഷ്യൻ. കാരണം ആദാമിനെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിൻ്റെ മകനായിട്ടാണ്. മക്കളെങ്കിൽ അവകാശികളുമെന്ന വചനപ്രകാരം സ്വർഗത്തിലും ഭൂമിയിലുള്ളതിൻ്റെയും സകലത്തിൻ്റെയും ഉടമസ്ഥനാണ് ദൈവം. അതുകൊണ്ട് തന്നെ അതിൻ്റെ അവകാശികളായിരുന്നു ആദാമും ആദാമ്യൻ്റെ സന്തതിയും. എന്നാൽ ആ പദവി നഷ്ടപ്പെട്ടതോടുകൂടി അവനൊന്നുമല്ലാത്തതായി. അവന് ദൈവികമായ അവകാശം ഒന്നുമില്ലാത്തവനായി. സകലത്തിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ കൈവശം എന്തെല്ലാമുണ്ടോ, ഉടമസ്ഥതയിൽ എന്തെല്ലാമുണ്ടോ, അതിലൊന്നിലും അവൻ അവകാശമില്ലാതെയായി. ആ നിലയിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ദൈവം അവന് നഷ്ടപ്പെട്ടു പോയ സകല സൗഭാഗ്യങ്ങളും തിരിച്ചു കിട്ടാൻ വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ വേദപുസ്തകത്തിലുടനീളം കാണുന്നത്. അങ്ങനെ ആ നഷ്ടപ്പെട്ടു പോയ പദവി ഭാഗ്യത്താൽ തിരിച്ചു മേടിക്കാൻ മനുഷ്യനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ദൈവമാണ് ക്രിസ്തീയ വിശ്വാസത്തിലെ സത്യദൈവം. അങ്ങനെ അവൻ ഈ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെ, ഭാഗ്യത്തെ ഓരോന്നോരോന്നായി തിരിച്ചു പിടിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം വഴി തന്നിരിക്കുകയാണ്. ആ വഴികളാണ് നമ്മളിന്ന് ഓരോന്നോരോന്നായി ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് കിട്ടും? അവർക്ക്, നിഷ്കളങ്കന്മാർക്ക് ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ടോ അതെല്ലാം കിട്ടും. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വീണ്ടും നമ്മൾ 119 സങ്കീർത്തനത്തിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തിൻ്റെ സാക്ഷ്യം പ്രമാണിച്ച് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ഇവിടെ ഭാഗ്യവാന്മാരായി തീരാൻ വഴി കർത്താവ് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കണമെന്ന് മാത്രമല്ല, ആദ്യമേ തന്നെ ദൈവത്തിൻ്റെ സാക്ഷ്യം പ്രമാണിച്ചിട്ട് വേണം പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കാൻ. ഇങ്ങനെ ചെയ്യുന്നവന്
നിശ്ചയമായിട്ടും ഒരു വലിയ ഭാഗ്യപദവിയുണ്ട്. ആ ഭാഗ്യപദവിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുന്നത്. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഒരാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗിദെയോൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനെക്കുറിച്ചാണ് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തോട് മറുത്തു. ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് പിൻവാങ്ങിയ കാരണത്താൽ ചുറ്റും കിടക്കുന്ന ജാതികളിൽ ഒരു ജാതിയായ മിദ്യാന്യർ എന്ന് പറയുന്ന ജാതിക്ക് ദൈവം ദൈവത്തിൻ്റെ ജനത്തെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ മിദ്യാന്യർ വന്ന് ഇസ്രായേൽ ജനത്തെ ഞെരുക്കി, അവരെ അടിമപ്പെടുത്തി, അവരെ കൃഷികളെല്ലാം നശിപ്പിച്ച്, അവരെ കഷ്ടപ്പെടുത്തി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ സമയത്ത് എല്ലാവരും ഒരുമനപ്പെട്ട് കർത്താവിനോട് നിലവിളിച്ചു, രക്ഷിക്കണമെന്ന്. കർത്താവ് വന്ന് അവരോട് അവർ തെറ്റിപ്പോയ വഴികളെല്ലാം, അതുകൊണ്ട് അവർക്ക് വന്ന ദോഷങ്ങളും ഇനിയും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞ് അവരെ അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തി യഥാസ്ഥാനപ്പെടാൻ കർത്താവ് കൽപ്പിച്ചു. എങ്കിലും ഇത്രയെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കർത്താവിന് അവരോട് സഹതാപം തോന്നി. അവരോട് അവരെ സംരക്ഷിക്കാനായിട്ട്, വിടുവിക്കാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി. അതിന് ഒരാളെ വേണം. ഇതിനു വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ജനത്തെ അനീതിയിൽ നിന്നും, അക്രമത്തിൽ നിന്നും, ശത്രുവിൻ്റെ പക്കൽ നിന്നും, സകല തെറ്റായ വഴികളിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവരുവാൻ മോശയെപ്പോലെയും യോശുവയെപ്പോലെയും ന്യായാധിപന്മാരെ പോലെയും ദാവീദിനെ പോലെയും ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ട്. ആ വ്യക്തികളായിട്ട് ഒരാളെ വേണം. ആരെ എടുക്കും? അങ്ങനെ ദൈവം അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് ദൈവം തൻ്റെ ദൂതനെ അയച്ചു. ആ ദൂതൻ വന്ന് ഗിദെയോൻ ആ സമയത്ത് വയലിൽ ഒളിച്ചു നിന്ന് കറ്റ മെതിച്ചുകൊണ്ടിരിക്കുക, ഗോതമ്പ് കറ്റ. കാരണം അന്ന് മിദ്യാന്യർ ഇവരുടെ സകല വസ്തുവകകളെയും നശിപ്പിച്ച്, കൃഷിയും നശിപ്പിച്ച്, ഇവരെ പട്ടിണിക്കിട്ടും ഉപദ്രവിച്ചും നശിപ്പിക്കാനായിട്ട് പ്രവർത്തിക്കുന്ന കാലമാണ്. ഈ സമയത്ത് ഗിദെയോൻ ശത്രുക്കളുടെ കയ്യിൽ പെടാതെ വണ്ണം കുറച്ച് ഗോതമ്പ് ചുരുട്ട് കൊണ്ടുവന്ന് ഒളിച്ചിരുന്ന് മെതിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് ദൈവത്തിൻ്റെ ദൂതൻ അവിടെ വന്നിരിക്കുന്നത്. അവിടെ വന്നിരിക്കുമ്പോൾ ഗിദെയോൻ ഇങ്ങനെ ഒളിച്ച് നിന്ന് മെതിക്കുന്നു, രഹസ്യമായിട്ട് ഗോതമ്പ് മാറ്റുന്നു, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഇങ്ങനെയെല്ലാം നാല് വശത്തും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടാൻ പേടിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അന്നേരം അടുത്ത് വന്ന് ഇരുന്ന ദൈവത്തിൻ്റെ ദൂതൻ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഗിദെയോൻ അതിശയിച്ചു. ഈ ശബ്ദം കേട്ടപ്പോൾ ഗിദെയോൻ പെട്ടെന്ന് ഒരു അതിശയ രൂപേണ, ഇതാരാണ് തന്നോട് സംസാരിച്ചത്? എവിടെ നിന്നാണ് ഈ ശബ്ദം വന്നത്? പറഞ്ഞത് തെറ്റായൊരു വാക്കല്ല, അത് മാത്രമല്ല ശത്രുവിൻ്റെ വാക്കുമല്ല. ആ പറഞ്ഞ ആള് ഒന്ന് നോക്കിയപ്പോൾ ആ രൂപം ഗിദെയോനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബഹുമാനിക്കത്തക്കതായിട്ട് തോന്നി. അവൻ വിളിക്കുകയാണ്, യജമാനെ, നീ എന്താ പറഞ്ഞേ? യഹോവ നമ്മോട് കൂടെ ഉണ്ടെന്ന്. എന്നെ എന്താ വിളിച്ചേ? പരാക്രമശാലി എന്ന്. ഞാൻ ശത്രുവിൻ്റെ കയ്യിൽ ഗോതമ്പ് അകപ്പെടാതെ വണ്ണം ഒളിച്ചു നിന്ന് ഈ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ വിളിക്കുകയാണ് പരാക്രമശാലി എന്ന്. മാത്രമല്ല നീ പറയുന്നു എന്നോട് കൂടെ യഹോവ ഉണ്ടെന്ന്. ഒരു കാര്യം ചോദിച്ചേ, നീയും ഞങ്ങളോട് കൂടെ ഉള്ളവനെന്ന് വിശ്വസിക്കുക. കർത്താവ് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഭവിക്കുന്നത് എന്താ? കർത്താവ് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഭവിക്കുന്നത് എന്താ? പണ്ട് നമ്മുടെ പിതാക്കന്മാർ മിസ്രയീമിൽ പോയി താമസിച്ചിട്ട് വിടുവിക്കേണ്ട സമയമായപ്പോൾ മോശയും പ്രവാചകന്മാരും മുഖാന്തരം അവരെ മിസ്രയീമിൽ നിന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിടുവിച്ച് ചെങ്കടൽ കടത്തി ഇത്രയേറെ അത്ഭുതങ്ങൾ ദൈവം കാണിച്ച് തൻ്റെ ജനത്തെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്നു എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ അത്ഭുതങ്ങൾ ഈ
ഭൂമിയുടെ ആരംഭം മുതൽ, ഈ ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെയും പറഞ്ഞു കേൾക്കാത്ത കാര്യങ്ങളാണ്. അത്ര വലിയ കാര്യങ്ങളാണ് കർത്താവ് ചെയ്തത്. ആ അത്ഭുതങ്ങളൊക്കെ എവിടെയാണ്? അത് തീർന്നു പോയോ? നീ ഇന്ന് പറയുന്നു, ആ ദൈവം എന്നോടൊപ്പം ഉണ്ടെന്ന്. എന്നെ വിളിച്ചിരിക്കുന്നത് നീ പരാക്രമശാലിയെന്ന്. അതില് ഏഹ്, ഈ ഈ ദൈവം എവിടെ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദൈവം എവിടെ? എന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ദൈവം എവിടെ? ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നതെന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നീ നിന്റെ ഈ ബലത്തോടെ പോക. നീ ഇസ്രായേലിനെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അതാണ് സർ. ആ വാക്ക്, ആള് ഈ ആൾ ആരാണെന്ന്, ഏറ്റവും ബഹുമാനിക്കേണ്ട ഒരാളാണെന്ന് ഗിദെയോന് മനസ്സിലായായിരുന്നു. പക്ഷെ ഇത് യഹോവയാണെന്ന് മനസ്സിലായില്ല. യഹോവയുടെ ദൂതപ്രതിഷ്ഠതയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ഗിദെയോൻ ഈ സംശയം ചോദിച്ചു. നമ്മുടെ പിതാക്കന്മാർ മിസ്രയീം ദേശത്ത് നിന്ന് വന്നപ്പോൾ നമ്മുടെ പിതാക്കന്മാരെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മെ ഇവിടെ കൊണ്ടുവന്നുവെന്ന് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള ആ ദൈവം എവിടെയാണ്? ഇന്ന് നമ്മെ ശത്രുക്കളുടെ കയ്യിൽ നമ്മെ ഏൽപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ യഹോവ അവനോട് പറഞ്ഞിരിക്കുന്നയാളുടെ വ്യക്തത അവിടെ വരുത്തുകയാണ്. പിന്നീട് ഗിദെയോൻ ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് പല പരീക്ഷകളും കഴിച്ച് ഇത് യഹോവ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയ ഭാഗം പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നിന്ന് അവൻ ഈ ആളെ കണ്ടപ്പോൾ, ഈ ആളുടെ വാക്ക് കേട്ടപ്പോൾ, ഇതാ നിന്നെ ഞാൻ അയക്കും. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ഞാൻ ഗിദെയോൻ ആകെ ചിന്താ ചി ചിന്തിതനായി. യഹോവ തന്നോടൊപ്പം ഉണ്ടെന്നും യഹോവയാണ് തന്നെ അയക്കുന്നതെന്നും ഇന്ന് ഈ ബലം എനിക്കുണ്ടെന്നുമെല്ലാം ദൈവം പറയുന്നു. എന്ത് ബലം? എന്താണ് ബലം? അവിടെയാണ് ദൈവഭക്തന്റെ ബലത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്. കർത്താവിൽ സന്തോഷമാണ് ദൈവഭക്തന്റെ ബലം. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമാണ് ദൈവത്തിന്റെ ജനത്തിന്റെ ബലം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ദൈവഭക്തന്റെ ബലം ദൈവത്തിങ്കലാകുന്നു. ദൈവത്തിന്റെ ബലം അവന് ലഭിക്കാൻ അവൻ ദൈവത്തെ അന്വേഷിച്ചാൽ മതി. അപ്പോ തനിക്ക് കഴിവില്ലാത്തൊരു കാര്യം, തനിക്ക് സാധ്യമല്ലാത്തൊരു കാര്യം, താൻ പരാജയപ്പെടുന്ന ഒരു കാര്യത്തിങ്കൽ എത്തിപ്പെടുമ്പോൾ എനിക്കിതിനെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയും? അതിന് സാധ്യമല്ല എന്ന് കണ്ട് ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ ബലം അവനിലേക്ക് പകരുന്ന പ്രവർത്തനമാണ് ദൈവത്തിന്റെ ജനത്തിനുള്ളത് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. അതായത് ചെങ്കടൽ കടക്കാൻ പോകുന്നു. ചെങ്കടലിന്റെ കരയ്ക്കൽ നിൽക്കുകയാണ്. കടലിന്റെ കടലിൽ നിന്ന് അങ്ങോട്ട് എങ്ങനെ കടക്കും? ആ കടലിൽ കൂടി പോകാനായിട്ട് വള്ളമോ വലയോ ബോട്ടോ കപ്പലോ ഒന്നുമില്ല. കടലിൽ വന്ന് നിൽക്കുക. പിന്നിലോ മിസ്രയീമിൽ നിന്ന് രാജാവും പടജ്ജനവും ആർത്ത് തങ്ങളുടെ അടുക്കിലേക്ക് വരുവാ. ഇപ്പോൾ അവരടുത്ത് വരും, തങ്ങളെ കൊല്ലും. തങ്ങളെ പിടിച്ചുകൊണ്ട് പോകും. ഈ സമയത്താണ് തങ്ങൾക്ക് അസാധ്യമെന്ന് കരുതുന്ന കാര്യം വന്നപ്പോഴേക്കും മോശെ ദൈവത്തിങ്കിലേക്ക് നോക്കി നിലവിളിച്ചു. കർത്താവ് പറഞ്ഞു, നീ എന്നോട് നിലവിളിക്കുന്നത് എന്തിനാ? നീ എന്നോട് നിലവിളിക്കുന്നത് എന്തിനാ? നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന വടിയെന്തി? സമുദ്രത്തിന് നേരെ അത് നീട്ടുക. അത് നീട്ടി അത് നീട്ടി ചെങ്കടൽ പിളർന്നു. ദൈവത്തിന്റെ ശക്തി മോശയുടെ വലങ്കൈയിലേക്ക് വന്നെന്നാ.
വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമാണ് ദൈവഭക്തന്റെ ബലം. ച എതിരാളി എത്ര വലുതുമാകട്ടെ, ശത്രു എത്ര വലുതുമാകട്ടെ, വിശ്രമിച്ച് സംയമനം പ്രാപിച്ച് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തെ അന്വേഷിക്കുക. ദൈവം എവിടെ? ദൈവം എവിടെ? അവിടെ അത്ഭുതം പ്രവർത്തിക്കും. കാരണം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിന്റെ ശക്തി ആശ്രയിക്കുന്നുവെങ്കിലേക്ക് വരുന്ന സംവിധാനം ദൈവത്തിന്റെ സഭയ്ക്കും ദൈവത്തിന്റെ ജനത്തിനും ദൈവം കൊടുത്തിട്ടുണ്ട്. ഇതേ പ്രവർത്തനം തന്നെയാണ് ഏലിയാവിൽ നിന്ന് പുതപ്പും കിട്ടി ഏലീശ തിരിച്ചു പോകുമ്പോൾ, അങ്ങോട്ട് പോയപ്പോൾ ഏലിയാവ് തൻ്റെ പുതപ്പെടുത്ത് യോർദാനെ അടിച്ച്, അപ്പോൾ യോർദാൻ രണ്ടായി പിരിഞ്ഞ് അതിൽ കൂടി അവർ രണ്ടുപേരും കൂടി അക്കരെ കടന്നതാ. അത് കഴിഞ്ഞ് വീണ്ടും യോർദാൻ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ഒടുവിൽ ഏലിയാവിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു. പുതപ്പ് എലീശയ്ക്ക് ഇട്ടുകൊടുത്തു. എലീശ പുതപ്പുമായിട്ട് വരികയാണ്. ആരുമില്ല. ഇന്ന് തന്നെത്താൻ പോകണം. ഇങ്ങോട്ട് വന്നപ്പോൾ യജമാനനായ ഏലിയാവ് ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകാൻ ആരുമില്ല. തന്നെ പോകണം. നടന്ന് 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 ഏലിയാവ് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. ആരെ ആശ്രയിക്കും? ആരോട് പറയും? അങ്ങനെ യോർദാന്റെ കരയ്ക്കൽ ചെന്നു. ഇങ്ങോട്ട് പോകുന്നത് ഓർക്കുന്നുണ്ട്. ഏലിയാവ് പറഞ്ഞ്, ഏലിയാവ് തൻ്റെ പുതപ്പ് എടുത്ത് അടിച്ചപ്പോൾ ആ യോർദാൻ പിളർന്നത് ഓർമ്മയുണ്ട്. താനും പുതപ്പെടുത്തു. ഏലിയാവിൽ നിന്ന് വീണ പുതപ്പെടുത്തു. യോർദാനെ അടിച്ചു. ചോദിച്ചു, ഏലിയാവിന്റെ ദൈവം എവിടെ? പറഞ്ഞു തീർന്നില്ല. യോർദാൻ രണ്ടായി അങ്ങ് പിരിഞ്ഞു. അക്കരെയുള്ളവർ, ഏലിയാവിന്റെ ശിഷ്യന്മാർ മുഴുവനും, കാണികൾ മുഴുവനും അത് കണ്ടുകൊണ്ടിരിക്കുക. കണ്ടപ്പോഴേ അവർ പറഞ്ഞു, പുതപ്പെടുത്ത് അടിക്കുന്നതും യോർദാൻ രണ്ടായി പിരിയുന്നതും അതിൽ കൂടി ഏലീശ വരുന്നതും കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇതാ ഏലിയാവിന്റെ ആത്മാവ് ഏലീശയിലുണ്ട്. പ്രധാന സാധനം അവിടെ നമ്മൾ ചിന്തിക്കുന്നത് വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലുമാണ് ദൈവഭക്തന്റെ ബലം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. മനുഷ്യന്റെ പ്രതിസന്ധി ഏറ്റവും വലുതായിരിക്കാം, അതല്ല പ്രശ്നം. പ്രതിസന്ധി എത്രയോ വലുതാകട്ടെ, മനുഷ്യന്റെ ബുദ്ധിക്ക് അത് തരണം ചെയ്യാൻ സാധ്യമല്ല എന്ന് വിധിച്ചു എന്നിരിക്കട്ടെ, ദൈവത്തിനത് വിഷയമല്ല. ഒറ്റ കാര്യം മാത്രം: ആശ്രയിക്കണം, കർത്താവിൽ സന്തോഷിക്കണം, ദൈവത്തെ അന്വേഷിക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, രക്ഷയുടെ സന്തോഷം വിട്ടുകളയരുത്. രക്ഷയുടെ സന്തോഷം വിട്ടുകളയാൻ പാടില്ല. രണ്ടാമത്, കർത്താവിൽ ആശ്രയിക്കണം. മൂന്നാമത്, ദൈവത്തെ അന്വേഷിക്കണം. എവിടെ? എലീശ പ്രവാചകൻ ചോദിച്ചതുപോലെ, ഏലിയാവിന്റെ ദൈവം എവിടെ? എവിടെ? മോശ പറഞ്ഞതുപോലെ ദൈവത്തോട് നിലവിളിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു. വിടുതലിന്റെ സന്തോഷം വിട്ടുമാറിയിട്ടില്ല. പ്രാണന്റെ സന്തോഷം വിട്ടുമാറിയിട്ടില്ല. വചനം പറയുന്നത്, ആ സമയത്ത് സകല പ്രപഞ്ചത്തിനെയും ഉടയവന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കിലേക്ക് വന്നു. ഏലിയാവിന്റെ പുതപ്പിലേക്ക് വന്നു. അവിടെ ചെങ്കടൽ വിഭാഗിച്ചു. യോർദാൻ വിഭാഗിക്കപ്പെട്ടു. ഉണങ്ങിയ നിലത്തുകൂടി ഇസ്രായേൽ ജനം മറുകര കടന്നു. അത് കടക്കാൻ നോക്കിയിട്ട് ഫറവോനും അവൻ്റെ സൈന്യവും അതിൽ മുങ്ങി മരിച്ചുപോയി, നശിച്ചുപോയി. ഇത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കാണുന്ന സത്യമാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ പ്രവൃത്തി ഒരു മനുഷ്യൻ സാധ്യമാകുന്നവൻ ഭാഗ്യവാനാണ്. ആ ഭാഗ്യ പദവി ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ അവൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ അതിനെ അന്വേഷിക്കണം. എങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം? അവൻ്റെ സാക്ഷ്യങ്ങൾ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവൻ ഭാഗ്യവാനാണ്. അങ്ങനെ അന്വേഷിക്കുന്നവൻ അവൻ ഭാഗ്യവാനായി തീരും. ഇവിടെ ഗിദെയോൻ ഭാഗ്യവാനായി തീർന്നു. അവൻ ആരായി തീർന്നു? അവൻ പിന്നീട് നടന്ന പ്രവർത്തനങ്ങളൊക്കെയും നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുവന് ദൈവം കൊടുക്കുന്ന തൻ്റെ ശക്തി എത്ര വലുതെന്ന് മനസ്സിലാക്കാം. തുടർന്നുണ്ടായ അനുഭവങ്ങൾ ഗിദെയോനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യനെ കൊണ്ട് തന്നെ, അതായത് 30,000-ൽ പരം പേരോടുകൂടി യുദ്ധത്തിന് പോയെങ്കിലും കർത്താവ് അതിനെ തിരഞ്ഞെടുത്ത് 300 പേരെ ആക്കി തീർത്തു. ഒരു മനുഷ്യനെ കൊണ്ട് മിദ്യാന്യരെ തോൽപ്പിക്കുന്നത് പോലെ തന്നെ ദൈവം മിദ്യാന്യരോട് ഗിദെയോനോട് കൂടെ ഇരുന്ന് ശത്രുവിൻ്റെ സകലവിധ പ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കി ശത്രുവിൻ്റെ മേൽ ജയം കൊള്ളുവാൻ തക്കവണ്ണം ഇസ്രായേലിയരെ സഹായിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ അവന് കഴിവുണ്ടായിട്ടല്ല, പിന്നെയോ 3 കാര്യങ്ങൾ:
ദൈവത്തെ അന്വേഷിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ സന്തോഷിക്കണം. ഈ 3 കാര്യങ്ങൾ വിട്ടുപോകാതിരുന്നാൽ ഒരിക്കൽ കൂടി നമ്മൾ ഓർത്തുകൊള്ളണം. ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ സന്തോഷിക്കുക. അങ്ങനെ ഉള്ള ഒരാളുണ്ടെങ്കിൽ 1000 പേരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ 1,00,00,000 മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാള് ഇപ്രകാരം ദൈവത്തെ അന്വേഷിക്കുകയും, ദൈവത്തിൽ സന്തോഷിക്കുകയും, ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്ത ഒരുവനുണ്ടെങ്കിൽ സർവ്വശക്തനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജത്തിൻ്റെ കരം ആ ശക്തി മുഴുവനും അവനിലേക്ക് പകരും. അവൻ മുഖാന്തരം ദൈവജനത്തിന് രക്ഷ വരും. അവൻ മുഖാന്തരം ശത്രുവിനെ ദൈവം ഒടുക്കിക്കളയും. ദൈവത്തിൻ്റെ വചനം പറയുന്നത് അവൻ ഭാഗ്യവാനായി തീരുകയും ചെയ്യും. അവൻ്റെ ഭാഗ്യം എത്ര വലുത്! അതുകൊണ്ട് കർത്താവിൻ്റെ വചനം 119 സങ്കീർത്തനം 2 വാക്യത്തിൽ പറയുകയാണ്, അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് അവൻ്റെ ആഹ്, ആഹ്, അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് അവനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവൻ ഭാഗ്യവാനാണ്. ആ ഭാഗ്യ പദവി പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ജനത്തെ സഹായിക്കട്ടെ.